നമ്മുടെ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ വെച്ച് ആദിലയും നൂറയും ലക്ഷ്മി വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തവരെന്ന് ലക്ഷ്മി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏകദേശം അതിന് സമാനമായ ഒരു കാര്യമാണ് ഇപ്പോൾ പുറത്ത് ആദിലയ്ക്കും നൂറയ്ക്കും നേരിടേണ്ടി വന്നിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം നമ്മുടെ മലബാർ ഗോൾഡൻ ഡയമണ്ട്സിൻ്റെ ഓണർ ഫൈസൽക്ക എന്നിവരെ എല്ലാവരും വിളിക്കുന്ന ഫൈസലിൻ്റെ ഹൗസ് വാമിംഗ് ആയിരുന്നു. അപ്പോൾ എല്ലാവരെയും ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാവരെയും എന്ന് പറഞ്ഞാൽ സിനിമയ്ക്കുള്ളിലുള്ള എല്ലാവരെയും, കാരണം ബിസിനസ്സാണല്ലോ, ബിസിനസ്സുകാരനാണ്. അപ്പോൾ എല്ലാവരെയും ക്ഷണിക്കുന്നുണ്ട്. അപ്പോൾ കോഴിക്കോട് വെച്ച് നടന്നിട്ടുണ്ടായിരുന്നു. അവിടേക്ക് എല്ലാവരെയും ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ആദിലയെയും നൂറയെയും ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ആദിലയെയും നൂറയെയും ക്ഷണിച്ച വീഡിയോ നമുക്കിപ്പോൾ കാണാം. എന്നിട്ട് നമുക്കതിനെക്കുറിച്ച് ബാക്കി പറയാം. ഒന്നിങ്ങോട്ട് നോക്കിയേ. ഓക്കെ ഫ്രണ്ട്സ്, ഇത് കണ്ടു. എല്ലാവരും ഹൗസ് വാമിങ്ങിന് പോയി. എല്ലാവരും സന്തോഷത്തോടെ എല്ലാവരുടെയും കാണിച്ചു കൊടുത്ത് എല്ലാം ഓക്കെ ആയി. എന്നിട്ട് അത് കഴിഞ്ഞ് ഒരു 6-7 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ആളുടെ ഫേസ്ബുക്കിലൊരു പോസ്റ്റ് വരികയാണ്. അതായത് ഇവരെ വിളിച്ചതിൽ ഖേദം പ്രകടിപ്പിച്ചുകൊണ്ടൊരു പോസ്റ്റ് വരികയാണ്. ഇത് ശരിയാണെന്ന് നിങ്ങൾ നോക്കിയേ. ആളുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ഞാൻ വായിക്കാം. ഇതാണ് ഫൈസൽ AK മലബാർ എന്ന് എഴുതിയിരിക്കുന്നത്. ഫൈസൽ AK മലബാർ, ഇതാണ് ആളുടെ ഫേസ്ബുക്ക് പോസ്റ്റ്. അവരുടെ ഫോട്ടോയും വെച്ചിട്ട്, ആതിരയും നൂറയുടെ ഫോട്ടോയും വെച്ചിട്ട്. എൻ്റെ ഗൃഹപ്രവേശന ചടങ്ങുകളിൽ സമൂഹത്തിലെ വ്യത്യസ്ത മേഖലകളിൽ നിന്നും നിരവധി പ്രമുഖ വ്യക്തികൾ പങ്കെടുത്തു. ആഗോളതലത്തിൽ ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്ന ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എല്ലാത്തരം സൗഹൃദങ്ങളും കാത്തു സൂക്ഷിക്കേണ്ടതുണ്ട്. ഓക്കെ, നിങ്ങളെല്ലാ സൗഹൃദങ്ങളും കാത്തു സൂക്ഷിച്ചു. ആരെയും കാത്തു സൂക്ഷിക്കാതിരിക്കേണ്ട, എല്ലാവരും സൂക്ഷിച്ചു. എന്നാൽ എൻ്റെ പരിപാടിയിൽ 2 പെൺകുട്ടികൾ പങ്കെടുത്തത് എനിക്ക് മുൻകൂട്ടി അറിവുണ്ടായിട്ടല്ല. പൊതുസമൂഹത്തിൻ്റെ സദാചാര മൂല്യങ്ങളെ വെല്ലുവിളിച്ചും സ്വന്തം മാതാപിതാക്കളെ തന്നെ ധിക്കരിച്ചും സമൂഹ മാധ്യമത്തിൽ താറടച്ചും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന അവരെ സ്വീകരിച്ചതിലൂടെ പുതുതലമുറയ്ക്ക് തെറ്റായ സന്ദേശം നൽകി എന്ന ആരോപണത്തെ മുഖവിലക്കെടുക്കുന്നു. മൂല്യങ്ങൾ സംരക്ഷിക്കുന്നതിൽ ഒരു വിട്ടുവീഴ്ചയും പാടില്ല എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് എൻ്റെ ആത്മാർത്ഥമായ ഖേദം അറിയിക്കുകയും സമൂഹത്തോട് ക്ഷമ ചോദിക്കുകയും ചെയ്യുന്നു. ഇത് എത്രയും വലിയ ചെറ്റത്തരമാണെന്ന് നിങ്ങൾ നോക്കിയാൽ. എന്ത് പൈസ ഉണ്ടായിട്ടും പണം ഉണ്ടായിട്ടും കാര്യമില്ല. അന്തസ്സ് വേണം, അന്തസ്സ്. നിങ്ങൾക്ക് ആ കുട്ടികളെ വിളിക്കാതിരിക്കാമല്ലോ. നിങ്ങളാരും വിളിക്കണം എന്ന് പറഞ്ഞ് നിർബന്ധിച്ചിട്ടില്ലല്ലോ. അതായത് നിങ്ങൾ അവരുടെ നമ്പർ പോലും നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവില്ല. നിങ്ങൾ വിളിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങളുടെ ആരെങ്കിലും പേഴ്സണൽ സ്റ്റാഫിനോട് നിങ്ങൾ ഏൽപ്പിച്ചിട്ടുണ്ടാവും വിളിക്കാൻ. എല്ലാവരെയും വിളിക്കാൻ നിങ്ങളെപ്പോലുള്ളവർക്ക് പറ്റില്ലായിരിക്കും. എന്തായാലും ഇൻവിറ്റേഷൻ കിട്ടാതെയോ കോള് വരാതെയോ അവർ വരില്ലല്ലോ. കോഴിക്കോടല്ലേ നടന്നത്, അവിടം വരെ വരില്ലല്ലോ. നീ എവിടെയായാലും, എറണാകുളത്താണേലും എവിടെയാണെങ്കിലും വരും. അവർ ഫംഗ്ഷന് വിളിക്കാതെ വരില്ലല്ലോ. അവരുടെ കാര്യങ്ങൾ, അതിനകത്ത് ഒരുപാട് തെറ്റുകളും കുറ്റങ്ങളും ഉണ്ടാകും. അവർക്ക് മിസ്റ്റേക്കുകൾ ഉണ്ടാകുമായിരിക്കും. അതൊക്കെ അവരുടെ പേഴ്സണൽ, അവർക്ക് ശരിയെന്നുള്ള കാര്യങ്ങൾ അവർ ചെയ്യുന്നു. ഇനി കോടതി പോലും അംഗീകരിച്ചൊരു കാര്യമാണ് അവരുടെ കാര്യങ്ങൾ, അല്ലേ? അത് നമ്മൾ അംഗീകരിക്കണോ വേണ്ടേ എന്നുള്ളത് നമ്മുടെ ഇഷ്ടം. അപ്പോൾ അവരുടെ ഭാഗത്തു നിന്ന് ജീവിക്കാൻ വിടുകയല്ലേ ചെയ്യണ്ടേ? ഈ വിളിച്ച് വരുത്തിട്ട് അപമാനിക്കുക. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ പള്ളിയിൽ നിന്നോ പട്ടക്കാരിൽ നിന്നോ എന്തെങ്കിലും കാര്യങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങളതിന് മുൻപ് വിളിക്കുമ്പോൾ ആലോചിച്ചില്ലേ? ഇനി നിങ്ങൾ പോകും, നിങ്ങളൊരു വിദ്യാഭ്യാസവും, നിങ്ങൾ വലിയ ചെറിയ പുള്ളിയല്ലല്ലോ നിങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് അറിയില്ലേ ഇത് ഇട്ട് കഴിഞ്ഞാൽ ആ കുട്ടികൾക്ക് എത്ര വിഷമം വരുന്നു. പിന്നെ നിങ്ങളതിൽ പറയുന്ന എന്താ പറഞ്ഞ, വീട്ടുകാരെ ധിക്കരിച്ചിട്ട് സമൂഹ മാധ്യമങ്ങൾ വീട്ടുകാരെ താറടിച്ച് കാണിക്കുന്നു എന്ന് പറയുന്നത്. താറടിച്ച് കാണിക്കുകയല്ല, അവരോട് വീട്ടുകാരെ പെരുമാറിയ രീതിയാണ് അവർ പറഞ്ഞത്. അവർ പെരുമാറിയത് അത്രയും മോശമായിട്ടാണ്. കാരണം നിങ്ങൾക്ക് സെക്ഷലി നമ്മുടെ കൂടെ കിടന്നു കഴിഞ്ഞാൽ, അവരുടെ ഇളാപ്പയും അങ്ങനെയുള്ളവരൊക്കെ അങ്ങനെ കിടന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അച്ഛനടക്കം സെക്സ്വലി അബ്യൂസ് ചെയ്യാൻ വേണ്ടി നോക്കിയത് കിടന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആണ് വേണമെന്ന് തോന്നും. അപ്പോൾ നിങ്ങൾക്ക് വേറെ കല്യാണം കഴിക്കാമെന്ന് പറഞ്ഞിട്ടാണ് പോയത്. അങ്ങനെയൊക്കെയാണ് അവർ ഇൻ്റർവ്യൂവിൽ പറയുന്നത്. അങ്ങനെയല്ലെന്ന് നിങ്ങൾ തെളിയിക്കൂ. അവരെ ഇഷ്ടമല്ലാത്തവർ അത് അങ്ങനെയല്ല, അവരെ കള്ളം പറയുകയാണെന്നൊക്കെ പറയുന്നുണ്ടാവുമായിരിക്കും. ഇനി അത് ശരി തെറ്റെന്ന് നമുക്കറിയില്ല. അത് അവർ പറയുന്നത് നമ്മൾ കേട്ടിട്ടുള്ളൂ. അവരുടെ അച്ഛനും അമ്മയും പുറത്തു വന്ന് പറഞ്ഞിട്ടില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ അച്ഛനും അമ്മയ്ക്ക് പുറത്തു വന്ന് പറയാലോ, ഞങ്ങളെ തെറ്റ് ചെയ്തിട്ടില്ല, ഇവർ വെറുതെ ഞങ്ങളെ താറടിച്ച് കാണിക്കുകയാണെന്ന് പറയാലോ. അവരിതുവരെ അങ്ങനെ ഒരു സംഭവം വന്ന് പുറത്ത് പറഞ്ഞിട്ടേ ഇല്ല. ഞങ്ങളെ സെക്ഷലി അബ്യൂസ് ചെയ്യാൻ നോക്കിയെന്നും ആദില എന്ന് പറയുമ്പോഴും, നൂറയുടെ മാതാവ് അങ്ങനെ ചെയ്തു എന്ന് പറയുമ്പോഴും,
അങ്ങനെ വേറെ ആരിനെ കൊണ്ടോ ഗുണ്ടകളെ കൊണ്ട് ഇതെങ്ങനെ ചെയ്യാൻ വേണ്ടി നോക്കി എന്നെല്ലാം പറയുമ്പോഴും ഇവർ ഇൻ്റർവ്യൂ കൊടുക്കുന്ന സമയത്ത് അവർക്ക് ഞങ്ങളങ്ങനെ ചെയ്തിട്ടില്ല, ഇവർ കള്ളം പറയുകയാണെന്ന് പറഞ്ഞിട്ട് അവർ രംഗത്ത് വരാമല്ലോ, അവർ വന്നിട്ടില്ല. അപ്പോൾ അതിനർത്ഥം എന്താണ്? ജനങ്ങൾ അതല്ലേ വിശ്വസിക്കുകയുള്ളൂ. ഇനി അതൊന്നുമല്ല നമ്മുടെ വിഷയം. പക്ഷേ ഈ വിളിച്ചു വരുത്തിയിട്ട് അപമാനിക്കുക പറഞ്ഞാൽ വളരെ തെണ്ടിത്തരമാണ്. തെണ്ടിത്തരം പറഞ്ഞാൽ വളരെ തെണ്ടിത്തരം. ഇതിപ്പോൾ അവരുടെ മാനസിക, നമ്മൾക്ക് അവരെ അറിയില്ലെങ്കിൽ കുഴപ്പമില്ല. ഇപ്പോൾ അവർ ബിഗ് ബോസ് 100 ദിവസം കണ്ടത് കൊണ്ട് അവർക്ക് അവരുടെ ദേഷ്യവും അവരുടെ സങ്കടങ്ങളൊക്കെ നമുക്ക് കണ്ടിട്ട് മനസ്സിലായിട്ടുണ്ട്. ഇതൊക്കെ അവരെ മാനസികമായിട്ട് വളരെ തളർത്തുന്ന കാര്യങ്ങളാണ്. അവരെ വിളിക്കാതിരിക്കാമായിരുന്നു. ആ 2 പേരെ വിളിച്ചില്ല, എല്ലാവരെയും വിളിച്ചെങ്കിൽ അവരെ മാറ്റി നിർത്തി എന്നല്ലേ വിചാരിക്കുകയുള്ളൂ. അതുകൊണ്ട് അവർക്ക് ആളുകൾ എന്തുകൊണ്ട് വന്നില്ല എന്ന് മാത്രമേ ചോദിക്കുള്ളായിരുന്നു. ക്ഷണമില്ലായിരുന്നോ അല്ലെങ്കിൽ പോകാൻ പറ്റില്ലായിരുന്നോ എന്ന് മാത്രം പറയാമായിരുന്നു. പക്ഷേ വിളിച്ചു വരുത്തിയിട്ട് ഇങ്ങനൊരു പോസ്റ്റ് ഇട്ടത്, അതോ നിങ്ങളിനി മനഃപൂർവ്വം അവരെ പിന്നെ താറടിച്ച് കാണിക്കാൻ വേണ്ടി നിങ്ങൾ ചെയ്ത പോലെയാണ് തോന്നിയത്. എന്തായാലും എന്ത് പണം ഉണ്ടായിട്ടും കാര്യമില്ല, അന്തസ്സ് വേണം. അന്തസ്സ് എന്ന് മുകേഷ് പറയണ പോലെ അന്തസ്സ് വേണം, അന്തസ്സ്. അല്ല, ഒരാളുടെ മനസ്സറിയാൻ പഠിക്കണം. 2 പേര് ഇത്രയും പണം ഉണ്ടായിട്ട് കാര്യമില്ല. ആ 2 കുട്ടികളെ നിങ്ങൾ ചെയ്തത് ഏറ്റവും വലിയ തെണ്ടിത്തരം നാറിത്തരമാണ്.